നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരള ആരോഗ്യ മേഖലയെ പറ്റി. അതായത് കേരള ആരോഗ്യ മേഖല ലോകമെമ്പാടും ഈ ഇന്ത്യ മഹാരാജ്യവും ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം കോവിഡ് സമയത്ത് നടന്ന ചില അത്ഭുതങ്ങളെ കൊണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് നമ്മൾ മലയാളികൾക്ക് മിക്കവർക്കും അറിയാം. അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ താലൂക്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജോ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പം അതിൻ്റെ മികവാണ് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടത്. അത് ദേശീയമായും അന്തർദേശീയമായും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഞാൻ കേട്ടത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച ഒരു മീറ്റിങ്ങിലെ ഒരു അജണ്ട, എങ്ങനെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു മെഡിക്കൽ കോളേജോ ഒരു ഹോസ്പിറ്റലോ തീർച്ചയായും ഉണ്ടാകേണ്ട, അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ അവർ ഉണ്ടാക്കി. അതിന് കാരണം അവർ മനസ്സിലാക്കി കേരളത്തിൽ നടക്കുന്ന ആരോഗ്യ പ്രവർത്തനം സർക്കാരിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും കൂടിയുള്ള ഈ ഔട്ട്റീച്ച്, അതായത് അതിൻ്റെ ഫലം എന്താണെന്ന് ഒരു ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ കണ്ടു. അതേ കേരള ആരോഗ്യ രംഗത്തെയാണ് ഇപ്പോൾ മുൾമുനയിൽ നിർത്തുന്ന മിസ്മാനേജ്മെൻറ്റുകൾ നമ്മൾ ദിവസേന കേൾക്കുന്നത്. 41 ഇഷ്യൂസ് ഈയിടെ ആരോ ലിസ്റ്റ് ചെയ്തു, ഒരു മീഡിയയിൽ ഞാൻ കണ്ടു. കത്രികരിക്കുന്നതാകട്ടെ, മറ്റ് സാധനങ്ങൾ വെക്കുന്നതാകട്ടെ, സമയത്ത് ചികിത്സ കിട്ടാതെ മരിക്കുന്നതാകട്ടെ, അതായത് കേരളത്തിൻ്റെ പുകൾപ്പെട്ട ആരോഗ്യരംഗം തകർച്ചയിലേക്ക് ആണോ അതോ മിസ്മാനേജ്മെന്റ് ആണോ? എന്താണ് സാർ നടക്കുന്നത്? ചെറിയാൻ, ഇത് നമ്മൾ ആകെ അടച്ച കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്നു എന്ന് വിശേഷിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഞാൻ ഒന്ന് സബ് ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിട്ട്, കേരളത്തിന്റെ സർക്കാർ നിയന്ത്രിക്കുന്ന ആരോഗ്യ മേഖല, അതായത് വളരെ 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 നല്ല മെഡിസിറ്റികൾ തിരുവനന്തപുരത്താണേലും കൊച്ചിയിലാണേലും കോഴിക്കോടാണേലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാർ നിയന്ത്രിക്കുന്ന സർക്കാരാണ് ഈ ഒരു രംഗത്ത് ആദ്യത്തെ ഫസ്റ്റ് മൂവർ എന്ന് പറയാവുന്ന സർക്കാർ തന്നെയാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞങ്ങളുടെ ചെട്ടികുളങ്ങരയിലെ പഞ്ചായത്തിന്റെ ഒരു സൈഡിലെ ഒരു ഡിസ്പെൻസറി വന്നു. അത് മിനിസ്റ്റർ വെല്ലിംഗ്ടൺ വന്നു ഇനാഗുറേറ്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നടന്ന സ്ഥലത്ത്, സർക്കാർ കൊണ്ടുവന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരു മിസ്മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് സാർ സംഭവിക്കുന്നത്? അത് മിസ്മാനേജ്മെന്റ്, താങ്കൾ പറഞ്ഞ വാക്കാണ് അത്, കൃത്യമായ വാക്ക്. അതായത് ഈ സിസ്റ്റം പാടെ തകരാറിലായി എന്ന് ഞാൻ പറയില്ല. എന്നാൽ ഇതിനകത്തൊരു ഫെറ്റീക്ക്, ഇത്രയും വിശാലമായ, ഏറ്റവും വികേന്ദ്രീകൃതമായ ഒരു ഉദാഹരണം താങ്കൾ പറഞ്ഞു, ചെട്ടികുളങ്ങരയിൽ പറഞ്ഞ പോലെ, ഒരു പഞ്ചായത്തിൽ പോലും അടിയന്തരമായി ആരോഗ്യ പരിരക്ഷണം ലഭിക്കുന്ന ലോകത്തിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കാരണം എനിക്കറിയാം, ഞാൻ ഇപ്പോൾ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. എൻ്റെ 1 കിലോമീറ്ററിനകത്താണ് അല്ലെങ്കിൽ 2 കിലോമീറ്ററിനകത്ത് എനിക്ക് 2 സർക്കാർ ആസ്പത്രികളെ സമീപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എടപ്പള്ളി താലൂക്ക് ആസ്പത്രി, കൂടാതെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി നടത്തുന്ന വേറൊരു ആരോഗ്യ കേന്ദ്രം. ഇങ്ങനെ ഇത് നമ്മളെ ലോകത്ത് മറ്റ് രാഷ്ട്രങ്ങളുമായി തുലനം ചെയ്താൽ മാത്രമേ അടിയന്തര വൈദ്യസഹായം ലഭിക്കുന്നതിന് കേരളത്തോളം സൗകര്യമുള്ള ഒരു പ്രദേശവുമില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പല നീണ്ട സമയം ചിലവഴിക്കുമ്പോൾ ഒരു അടിയന്തര ആരോഗ്യ പ്രശ്നത്തിന് സമീപിക്കാനുണ്ടാവുന്ന നീണ്ടകാല ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അത് ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രം, അത് തിരുവിതാംകൂറുള്ള രാജാക്കന്മാരുടെ ചരിത്രം, പിന്നീട് അങ്ങോട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ആരോഗ്യത്തിലും ശുചിത്വത്തിലും കൊടുത്തിരുന്ന പ്രാധാന്യം, പിന്നീട്
തീർച്ചയായിട്ടും പബ്ലിക് സെക്ടറിൽ കെട്ടിപ്പടുത്ത വലിയ ഒരു ശൃംഖല. അത് മെഡിക്കൽ കോളേജുകൾ മുതൽ താഴെ പബ്ലിക് ഹെൽത്ത് സെന്റർ വരെ നിൽക്കുന്ന ഒരു 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 ശൃംഖലയും ഒരു വലിയ ഒരു സംവിധാനവുമാണ്. അതിനെ ദീർഘകാലം നിലനിർത്തിക്കൊണ്ടു പോകുക എന്ന ചുമതലയാണ് ഇന്നത്തെ ഭരണകർത്താക്കൾക്കുള്ളത്. അത് വികസിപ്പിക്കുകയും വേണം, അതേസമയം അതിന്റെ ഗുണനിലവാരം ഉറപ്പിക്കുകയും വേണം. അതിന്റെ നടത്തിപ്പിൽ സൂക്ഷ്മമായ ശ്രദ്ധ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് താങ്കൾ അടുത്ത കാലത്ത് താങ്കൾ ചൂണ്ടിക്കാണിച്ച ഈ കാര്യങ്ങൾ. കോഴിക്കോട്ട് 2 വർഷം മുമ്പ് കത്രിക ഒരു സ്ത്രീയുടെ വയറ്റിൽ വെച്ച് പോയ കേസ് വലിയ പ്രമാദമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും മറ്റും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിപ്പോഴത് ആവർത്തിക്കുന്നു. ആലപ്പുഴയിൽ അതൊരു മെഡിക്കൽ കോളേജിലാണ് സംഭവിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്, ഒരു മെഡിക്കൽ കോളേജിലാണ് സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ നെടുമങ്ങാട് ഒരു സ്ത്രീയുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് ഉണ്ടായ ഒരു മരണത്തെക്കുറിച്ച്, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ നെടുമങ്ങാട് നടന്ന സംഭവത്തെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ ആ അപകടത്തിനുണ്ടായ കാരണം ഡെലിവറിക്കുള്ള ഗൈനി ബ്ലോക്കും സർജറിക്കുള്ള ബ്ലോക്കും തമ്മിലുള്ള ദൂരം ഒരു ആംബുലൻസിൽ രോഗിയെ കൊണ്ടുപോകേണ്ടത്രയുണ്ട്. അതായത് സ്വാഭാവിക പ്രസവം സാധ്യമല്ലാതെ ആയി എന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞ് ആ സ്ത്രീയെ സിസേറിയന് കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് വിളിച്ച് ഈ സ്ത്രീയെ, പ്രസവ വേദനയുള്ള സ്ത്രീയെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് നെടുമങ്ങാട് പോലെ ഒരു താലൂക്ക് ആസ്പത്രിയിൽ ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ ഈ സംവിധാനത്തിലുള്ള അടിസ്ഥാനപരമായി ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ചെറിയാൻ അറിയുമോ എന്ന് അറിഞ്ഞുകൂടാ, താലൂക്ക് ആസ്പത്രികൾ അനസ്തസിസ്റ്റുകളില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പുറമേ നിന്നുള്ള സ്വകാര്യ അനസ്തസിസ്റ്റുകളെയാണ് നിങ്ങൾ വിളിക്കുന്നത്. ഇത് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, 24 മണിക്കൂറിൽ സാധ്യമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളുടെ പുകൾപെറ്റ ആരോഗ്യ മെഡിക്കൽ സംവിധാനത്തിന് സുഷിരങ്ങൾ വീണിരിക്കുന്നു. അതിന് അപാകതകളുണ്ട്. അത് കാലോചിതമായി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിന്റെ ദൈനംദിന നടത്തിപ്പ് ഉത്തരവാദിത്തോടെ നടക്കേണ്ടതുണ്ട്. നമുക്ക് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോ ഉപകരണങ്ങളെ സംബന്ധിച്ചോ ഉപകരണങ്ങളുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന നീട്ടിവെക്കപ്പെടുന്ന ശസ്ത്രക്രിയയെ കുറിച്ച് അങ്ങനെ നിരവധി പരാതികൾ ദൈനംദിനമുണ്ട്. നീണ്ട ക്യൂ, ശുചിത്വമില്ലാത്ത ചുറ്റുപാടുകൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നിലത്ത് കിടന്നുകൊണ്ടും മറ്റുമാണ് ഈ മെഡിക്കൽ കോളേജിലെ രോഗികൾ ഒരു റെഫറൽ ആസ്പത്രിയിൽ കഴിയുന്നത്. അവിടെ നിന്ന് ഓരോ പട്ടിലെടുത്താൽ ജില്ലാ ആസ്പത്രികളിലെടുത്തു, താലൂക്ക് ആസ്പത്രി, അവിടെ നിന്ന് PHC, ഈ വിശാലമായ സംവിധാനത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ പലതരത്തിലുണ്ട്. ഉപകരണങ്ങൾ, ഞാൻ ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം പറയാം. ഒരു ഉപകരണം സപ്ലൈ ചെയ്ത മാനുഫാക്ചറിങ് കമ്പനി അതിന്റെ പണം സർക്കാർ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഉപകരണം തിരിച്ചെടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. ഞാൻ ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ ഡൽഹിയിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് അടിത്തട്ടിൽ നടക്കുന്ന അപാകതകൾ എന്ന് താങ്കൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ നിരവധി തലത്തിൽ നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് സാർ. ഒന്ന് കേരളത്തിന്റെ താങ്കൾ പറഞ്ഞ പോലെയുള്ള അഡ്മിനിസ്ട്രേഷന്റെ പിടിപ്പുകേട് ഒന്ന്. രണ്ട്, ഇത് മന്ത്രിമാർക്കും അതല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നവർക്കും അവർക്ക് ഇതിനെ പറ്റിയുള്ള എന്താണ് ഒരു വിധത്തിൽ പറഞ്ഞ ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയത്തില്ലേ. അവര് മന്ത്രിയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തെ മാത്രം ബ്ലെയിം ചെയ്യണം. നിങ്ങളാണ് സിസ്റ്റം, നിങ്ങളാണ് ഇത് നേരെയാക്കേണ്ടത് എന്നുള്ള ബോധമില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, ആ സിസ്റ്റത്ത് പിന്നെ സ്ഥിരം പരാതി പറയാൻ മന്ത്രിയുടെ ആവശ്യമില്ല. അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പൊതു അറിവാണ് നമ്മുടെ സിസ്റ്റങ്ങൾ. പക്ഷേ ഇവിടെ വീണ ജോർജിന്റെ ഒരു പ്രത്യേക ഒരു പരാജയമാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ അത് ഞാനും പറയില്ല സർ. വീണ ജോർജിന്റെ പരാജയമല്ല ഇത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെയും മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പിന്റെയും പരാജയമാണ്. അല്ല പൊളിറ്റിക്കൽ, ഞാൻ അവരെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല. ഞാനിപ്പോ താങ്കൾ സൂചിപ്പിച്ച കോവിഡ്
കോവിഡ് അന്ന് വളരെ വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നതിന്റെ ബുദ്ധിമുട്ടുകളും നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. കേന്ദ്രീകൃതമായി കോവിഡ് കിറ്റുകൾ ശൈലജ ടീച്ചർ മേടിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കാലുള്ള ഒരു അനുവാദത്തിന്റെ പേരിലായിരുന്നു. ഇരട്ടി വില കൊടുത്താണ് അന്ന് കിറ്റുകൾ മേടിച്ചത്. അത് അങ്ങനെ സാധ്യമായത് ആ അപകടാവസ്ഥയും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുവാനുള്ള ഒരു സാഹചര്യവും ഉള്ളത് കൊണ്ടാണ് ഇന്ന് അതിന് ഓഡിറ്റ് അക്കൗണ്ടുകൾ, ഓഡിറ്റ് റിപ്പോർട്ടുകളും അതിനെതിരെ പരാതിയും ആരോപണവുമായി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ റിസ്ക് ടേക്കിങ്ങിനുള്ള ഒരു കഴിവും നേതൃത്വത്തിന് ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ കേരളത്തിൽ നിരവധി പ്രമുഖർ ഭരിച്ച മന്ത്രിമാരായിരുന്ന ആരോഗ്യമന്ത്രി, താങ്കൾക്കറിയാം, ഡോക്ടർ AR മേനോൻ മുതൽ ഒരു വൻ നിര നല്ല സ്വയം ഡോക്ടർമാർ തന്നെ മന്ത്രിമാരായിരുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. അപ്പൊ വീണ ജോർജിനെ പോലെ ഒരു ടെലിവിഷൻ ആങ്കർ ആയി വലിയ പൊതുപ്രവർത്തനത്തിന്റെ വലിയ പാരമ്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ ഇത്ര ജനങ്ങളുമായി ദൈനംദിന ബന്ധം വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ഹെൽത്തിന്റെ കാര്യത്തിലും പൊതുജന സമ്പർക്കത്തിന്റെ പരിചയവും ചരിത്രവുമുള്ള ആളുകൾക്ക് മാത്രമേ അത് കേരളത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ കത്രികയ്ക്ക് ശേഷം പലതരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ചാർജ് ഉണ്ടായിരുന്ന സ്ത്രീ, അതൊക്കെ സാധാരണയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള അതുണ്ടാക്കുന്ന ജനങ്ങളിലേക്കുണ്ടാക്കുന്ന അത് സർക്കാരിനെ ഉണ്ടാക്കുന്ന മതിപ്പുകേട് എത്രയാണെന്ന് താങ്കൾക്കറിയാം. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും നാം ഒരു കാര്യം മറക്കരുത്. നാം നമ്മളുടെ അടിത്തറ നമ്മൾ പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത്. കാരണം ഞാൻ ഒരു കാര്യം കൂടി ഇതിന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സ്വകാര്യ ചികിത്സാ സംവിധാനം അതിവേഗം സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നിരവധി വൻകിട ആശുപത്രികൾ എന്തിനാണ് ക്രിസ്ത്യൻ ചാരിറ്റിയുടെയും മുസ്ലിം ചാരിറ്റിയുടെയും ഹിന്ദു ചാരിറ്റിയുടെയും ഒക്കെ പേരിൽ വലിയ വലിയ പരസ്യത്തോടുകൂടി താങ്കളുടെ ഭാഗത്തൊക്കെ സഞ്ചരിച്ചാൽ കാണാം. നിരവധി ആളുകളെ മാടി വിളിക്കുന്നു, ഞങ്ങളുടെ സൗകര്യങ്ങൾ ഇതുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സംഭവിക്കുന്നത് അവിടെയെല്ലാം താങ്ങാവുന്നതിലും അധികമാണ് കൺസൾട്ടേഷൻ ഫീസും അവിടുത്തെയുള്ള ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള പരിശോധനകളുടെ ചിലവും, പ്രത്യേകിച്ച് ഇംപേഷ്യന്റ് ആയിരിക്കുന്നവരുടെ ചിലവ്. അതെ, ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ലേ ഇത്. നമ്മൾ പറയുന്ന സർക്കാരിന്റെ ആരോഗ്യ മേഖല മിസ്മാനേജ്മെന്റിൽ കൂടെയും ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു അപ്പോൾ പക്ഷെ ആൾക്കാർക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അവർക്ക് അവിടെ പ്രൈവറ്റുകാർക്ക് ആതുര ശുശ്രൂഷ മാത്രമല്ലല്ലോ, പക്ഷെ പല കച്ചവടമാണ്, ആരോഗ്യരംഗത്തെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഇപ്പം ലിസി ഹോസ്പിറ്റലിലെ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അമ്മ ചികിത്സയിൽ രണ്ട് മാസം കിടന്നു. ഞാൻ അന്തിച്ചു പോയി. അന്നത്തെ 91 കാര്യമാണ് ഞാൻ പറയുന്നത് സർ. ലിസി ഹോസ്പിറ്റലിൽ 3 മാസം കിടന്നതിന് 15,000 രൂപയാണ് ഒരു മുറിക്ക് വേണ്ടിയും എല്ലാ ഇതിനു വേണ്ടിയും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട്. താങ്കൾ പറഞ്ഞ ലിസി ഹോസ്പിറ്റൽ, ലൂർദ് ഹോസ്പിറ്റൽ, ഇങ്ങനെ തുടങ്ങിയ ഇപ്പോഴും ക്രിസ്ത്യൻ സ്പിരിറ്റിൽ മിഷണറി വർക്കിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപൂർവം ഹോസ്പിറ്റലുകളല്ലാതെ താങ്കൾ പറഞ്ഞ ലിസി ഹോസ്പിറ്റലുള്ള എറണാകുളത്ത് തന്നെയുള്ള രാജഗിരി CMI ആളുകൾ നടത്തുന്നതോ അവിടെ വലിയ 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 ഫീസാണ്. അവിടെ ശമ്പളം കുറവാണ്, വലിയ ഫീസാണ് അവിടെ ജോലി ചെയ്യുന്നവർക്ക്. അപ്പൊ യാതൊരു ചാരിറ്റിയുടെയോ ക്രിസ്ത്യൻ മിഷണറിയുടെയോ സ്പിരിറ്റ് ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം താങ്കളോട് പറയാം. വേറൊന്നുകൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഹോസ്പിറ്റലുകളെ വിദേശ ഭീമന്മാർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും താങ്കൾ മനസ്സിലാക്കണം. കാരണം ഞാനിപ്പോഴുള്ള ഏറ്റവും അത് നാച്ചുറൽ ആണ്, ഞാൻ കേട്ടു. അതിന് കാരണം കിംസ് പ്രത്യേകിച്ച് എന്തായാലും അതിന് കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ അവിടെ ഈ മാനേജ്മെന്റ് പരിചയമില്ലാത്ത ആൾക്കാർ ബാങ്കിൽ നിന്നൊക്കെ കടമെടുത്തിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ബാങ്കുകൾക്ക് തിരിച്ചടക്കാനുള്ള പൈസ കൊടുത്തെങ്കിൽ അവർ പിടിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഫോറിൻ ഫണ്ട്സ് വരുന്നത്.
ഈ ഹെൽത്ത്, ഇന്ത്യയിലെ ഹെൽത്ത് വളരെ ലുക്രേറ്റീവ് ആണെന്നുള്ള സിറ്റുവേഷൻ അറിയാം, അവർക്കൊക്കെ അറിയാം. അവരൊന്ന് പൈസ ഇടുന്നു, അവരതിൻ്റെ മാനേജ്മെന്റ് കൺട്രോൾ ഏറ്റെടുക്കുന്നു, അവർ ഫീസ് പുതുക്കുന്നു. അതൊരു എന്താണ് അതും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിന്റെ, കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിന്റെ മിസ്മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. മിസ്മാനേജ്മെന്റ് എന്ന് താങ്കൾ ക്ഷമിക്കണം, ഞാനത് ഇടപെടുന്നതിൽ മിസ്മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ആസാദ് മൂപ്പനേക്കാൾ നല്ല ഒരു മലയാളി ഇൻവെസ്റ്റർ ഉണ്ടോ ആസ്പത്രി രംഗത്ത്? അദ്ദേഹം ഇൻവെസ്റ്റർ അല്ല, ആസാദ് മൂപ്പന്റെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന, താങ്കൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നതും കേൾക്കാൻ താങ്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം താങ്കൾ ഒരെണ്ണം അസർട്ട് ചെയ്തു കഴിഞ്ഞു ഇത് മിസ്മാനേജ്മെന്റ് കൊണ്ടാണെന്ന്. കേരളത്തിലെ കൊച്ചിയിലെ ആസ്റ്റർ ഹോസ്പിറ്റൽ നടത്തുന്നത് ആസാദ് മൂപ്പന്റെ ഗ്രൂപ്പാണ്. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഗ്രൂപ്പാണ് ആസ്റ്റർ ഗ്രൂപ്പ് നടത്തുന്നത്. അത് റോക്സ്റ്റൺ അത് ഏറ്റെടുത്തിരിക്കുന്ന വിവരം ഞാൻ താങ്കളെ അറിയിക്കുകയാണ്. 2, കാരണങ്ങൾ ഓരോന്നിനും കാരണം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ചെറിയാൻ. ഇത് പൊതു പ്രവണത. നിങ്ങളുടെ മാർക്കറ്റ് റിയാലിറ്റീസ്, ഇത് പൈസ, ഇതെല്ലാം സർക്കാരിന്റെ പ്രശ്നം എന്താണ്? പൈസ കൊടുക്കാനില്ല അവർക്ക്. സർക്കാർ എന്താണ്? ആസാദ് മൂപ്പന് എന്ത് സർക്കാർ കൊടുക്കാനുണ്ടായിട്ടാണ്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? ആസാദ് മൂപ്പന്റെ ആസ്റ്ററിന് അല്ലെങ്കിൽ താങ്കളെ പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നത് പൊതു കാര്യമാണ്. താങ്കൾ ഒരു മാനേജ്മെന്റ് പ്രശ്നമായി അവതരിപ്പിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. താങ്കൾക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. എല്ലാവരും വിചാരിക്കുന്ന പൈസ ഉള്ളവർ എന്തും ചെയ്യുന്നവരും. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ ദയവായി. ആസാദ് മൂപ്പന് എന്തിന്റെ കുറവാണ്? ആസാദ് മൂപ്പൻ മെഡിക്കൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ് ഇല്ല എന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അല്ല, ഈ ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ് എന്താണെങ്കിലും സൈദുള്ള കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം, എന്താണ് അദ്ദേഹത്തിന് കുറവ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നതല്ല, ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള അല്ല. ലാഭത്തിന്റെ ആർത്തി കൂടിയിരിക്കുന്നു. ഒരു കൺസൾട്ടേഷന്, സാധാരണ കൺസൾട്ടേഷന് തീർച്ചയായിട്ടും ഞാനൊരു പാവപ്പെട്ട സാധാരണ റിട്ടയർഡ് മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇന്ന് എന്റെ ഭാവി ശൂന്യമാണ്. എന്റെ മകൻ അടയ്ക്കുന്ന ഇൻഷുറൻസ് തുക കൊണ്ടാണ് എനിക്ക് സ്വകാര്യ ആസ്പത്രിയിൽ പോകാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ താലൂക്ക് ആസ്പത്രിയിൽ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്വകാര്യ ആസ്പത്രികളുടെ വമ്പിച്ച വിദേശവൽക്കരണം, അത് കേരളത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലം 500 ചെറുകിട ആസ്പത്രികൾ പൂട്ടി. ഇതെല്ലാം കൂടിയാണ് ഈ കേരളത്തിലെ പ്രശ്നം ഇത്ര വ്യാപകമായി വരുന്നത്. നമ്മുടെ ഒരു വികസിത രാജ്യത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ്. അതിന്റെ തുരുമ്പെടുക്കുന്ന പബ്ലിക് സെക്ടർ, ലാഭം ആർത്തി പിടിച്ചുള്ള സ്വകാര്യ 5 നക്ഷത്ര ആശുപത്രികൾ, ഇതിലെല്ലാം പെട്ടുപോകുന്ന ചെറിയ സാധാരണ സ്വകാര്യ ആസ്പത്രികൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൂട്ടിക്കുഴഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ. അത് തന്നെയാണ്, അതാണ് പ്രശ്നം സാർ. ബേസിക് ഇത് പ്രശ്നം. നിങ്ങളുടെ മാർക്കറ്റ് പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ ആണെങ്കിൽ നിങ്ങളുടെ രോഗികൾക്ക് ഇത്രയും പൈസ കൊടുക്കാനുള്ള, സസ്റ്റെയിൻ ചെയ്യാനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാതെ നിങ്ങൾ ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണെങ്കിൽ ഇതാണ് നടക്കുന്നത് അവസാനം. അപ്പോളോ കൊച്ചിയിലുള്ള കാര്യം അറിയില്ലേ? അപ്പോളോ ചാലക്കുടിക്കത്ത് കറുകുറ്റിയിലുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അവരെ ഒരു ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് ആണ്. കേരളത്തിൽ കുറച്ച് നഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ചെന്നൈയിൽ നിന്നോ അല്ല, ഞാൻ ഓരോ ആശുപത്രിയുടെയും മുതലാളിമാരുടെ സ്ഥിതി അല്ല പറയുന്ന, ഒരു പൊതു ചർച്ചാ പരിപാടി ആയതുകൊണ്ട് പൊതു കേരളത്തിലെ എസെൻഷ്യൽ പ്രശ്നമാണ്. നമ്മൾ ഒക്കെ പഴയ കാരണവന്മാർ പറയുന്നതിലോ വരവ് അറിഞ്ഞിട്ട് വേണം ചെലവാക്കാൻ. അതില്ലെങ്കിൽ അത് സ്വകാര്യ മുതലാളിമാരെ പ്രശ്നമായിരിക്കാം. പക്ഷെ അനുഭവിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരാണ്. സർക്കാർ ആശുപത്രിയിലെ പ്രശ്നം ഇത് തന്നെയാണ്. വരവില്ലാതെ ചെലവഴിക്കാൻ ശ്രമിക്കുന്നു. വേറെ ഒരു കാര്യം കൂടി, അതിനുള്ള ഫണ്ടില്ല. അപ്പൊ പക്ഷേ നിങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. നിങ്ങൾ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് സെക്ടറുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് സാലറി കൊടുക്കണം.
മെഡിസിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അല്ല, അതെല്ലാം അത് ഏത് പബ്ലിക് സെക്ടറിനുമുള്ള കാര്യം. വിജയകരമായി നടത്തി വന്നിരുന്ന ഒരു പബ്ലിക് സെക്ടർ എങ്ങനെയാണ് തുരുമ്പെടുക്കുന്നത്, അതിന്റെ കാലാകാലമായി അതിന് വരുത്തേണ്ട മാറ്റങ്ങൾ. ഒരു കാര്യം അറിയോ, ദന്തൽ ഹോസ്പിറ്റൽ എന്താണ് കേരളത്തിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ദന്തൽ ഡോക്ടർമാരെല്ലാം ഓരോ മുക്കിലും ഒരു ചതുരശ്ര മൈലിൽ 6-7 ദന്തൽ ഹോസ്പിറ്റലുകളാണ്. അവർക്ക് ഓരോ സിറ്റിങ്ങിനും അവർ അതുകൊണ്ട് രോഗികൾ കുറയുന്നത് കൊണ്ട് അവരുടെ കൺസൾട്ടേഷൻ ഫീ പല സിറ്റിങ്ങുകളായി ആയിരക്കണക്കിന് രൂപയുടെയാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? ദന്തൽ ഡോക്ടർമാരുടെ അധിക തൊഴിലില്ലായ്മ. ഇത്രയും മെഡിക്കൽ കോളേജുകൾ നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അതെ, അങ്ങനെ അല്ല. സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ നിലവാരം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. സ്വകാര്യ മെഡിക്കൽ ഈ പ്ലാനിങ് മൊത്തം ചെയ്യാനാണ് സർക്കാരുകളെ നമ്മൾ ഇലക്ട് ചെയ്യുന്നത്. അവരത് നേരെ സ്വകാര്യ മേഖലയുടെ ഗുണനിലവാരം ഉയർത്തേണ്ടതും സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും. അതന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാനിത് കാണുന്നത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്, പക്ഷെ ഒരു മാനേജ്മെന്റ് ഫെയിലിയർ ആയിട്ട് മാത്രമാണ് ഇത് ഞാൻ കാണുന്നത്.